നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള രണ്ട് സെറ്റിങ്സ്. ഈ രണ്ട് സെറ്റിങ്സ് നിങ്ങളൊന്ന് ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള ഇൻ്റർനെറ്റും ബാറ്ററിയും നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. അധികം ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോവുക എന്നുള്ളത്. ആ ഒരു പ്രശ്നത്തിന് അതേപോലെ തന്നെയാണ് മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്ന കാര്യം. ഈ രണ്ട് കാര്യം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും തലവേദനയുള്ള രണ്ട് പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. രണ്ട് സെറ്റിങ്സ് നിങ്ങളൊന്ന് മാറ്റം വരുത്തിയാൽ മതി. ഇത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ഡാറ്റയും നിങ്ങളുടെ ബാറ്ററിയും എത്രത്തോളം സേവ് ചെയ്യാൻ സാധിക്കുമെന്ന്. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഗൂഗിൾ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ നമ്മുടെ ഇമെയിൽ ID മുകളിൽ കാണും. താഴെ ഓൾ സർവീസസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് ഇവിടെ കാണാം ഡിവൈസസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഡിവൈസസ് എന്നുള്ള ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്ത് വെച്ചത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പരിസരത്ത് ഏതെങ്കിലും മൊബൈൽ ഫോണുണ്ടോ എന്ന് ഇങ്ങനെ നിയർ ബൈ മൊബൈൽ ഫോണുകൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയം നിങ്ങളുടെ ഫോണിനകത്ത് ഇതിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഫോണിനകത്ത് ഇത് ഓൺ ചെയ്തിട്ടുണ്ടാകും. ഇതുപോലെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കാണാനില്ല. ഇത് ഓഫ് ചെയ്ത് ഇത് ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഈ ഒരു സ്കാനിങ് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമ്മുടെ ഫോണിനകത്ത് മറ്റേതെങ്കിലും നിയർ ബൈ മൊബൈൽ ഡിവൈസുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇത്തരത്തിൽ ഇല്ലതാണ്. രണ്ടാമത്തെ സെറ്റിങ്സ് നമ്മുടെ ഇതേ സെറ്റിങ്സിനകത്ത് തന്നെ ആപ്സ് എന്ന് കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണുകൾ പഴയ മൊബൈൽ ഫോണുകളിലൊക്കെ ആപ്ലിക്കേഷൻ മാനേജർ എന്ന് കാണുന്ന ഭാഗത്ത് സെറ്റിങ്സിൽ പോയാലാണ് കാണുക. നിങ്ങൾ ഇങ്ങനെ ആപ്സ് ഒന്ന് കാണുന്നില്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാം ആപ്പ് മാനേജ്മെൻറ്റ് എന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളൊക്കെ ഇവിടെ കാണും. ഏറ്റവും മുകളിൽ 3 ഡോട്ട് ഉണ്ട്. ഈ 3 ഡോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഷോ സിസ്റ്റം ആപ്പ് എന്ന് കാണും. നമ്മുടെ ഫോണിനകത്ത് നമ്മുടെ ഫോൺ വാങ്ങുന്ന സമയത്തുള്ള ആപ്പുകൾ ഇവിടെ കാണും. ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റർനെറ്റ് സേവ് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഏതെങ്കിലും ഒരു ആപ്പ് നിങ്ങൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ഒരു ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം പൗസ് ആപ്പ് ആക്ടിവിറ്റി അൺയൂസ്ഡ് എന്ന് കാണാൻ സാധിക്കും. അതായത് നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തീരെ ഉപയോഗിക്കാത്ത ഒരുപാട് ആപ്പുകൾ നമ്മുടെ ഫോണിനകത്തുണ്ടാകും. എപ്പോഴെങ്കിലും വർഷത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ നമുക്ക് ഉപയോഗമുള്ള ആപ്പായിരിക്കും. പക്ഷേ നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകില്ല. അത്തരം ആപ്പുകൾ നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം താഴെ കാണുന്ന ഭാഗത്ത് പൗസ് ആപ്പ് ആക്ടിവിറ്റി അൺയൂസ്ഡ് എന്ന് കാണാൻ സാധിക്കും. ഇത് യൂസ് ചെയ്യാത്ത സമയത്ത് നിങ്ങളുടെ ഫോണിനകത്തേക്കുള്ള ആക്ടിവിറ്റികൾ, അതായത് നിങ്ങൾക്ക് ഈ ആപ്പിനകത്തേക്കുള്ള ആക്ടിവിറ്റി, അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആപ്പുകളുണ്ടാകും, മൊബൈലിലെ ബാറ്ററി ഉപയോഗിക്കുന്ന ആപ്പുകളുണ്ടാകും. ഇത്തരത്തിൽ നമ്മുടെ ഫോണിനകത്ത് നമ്മുടെ ബാറ്ററി മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന ആപ്പുകളിലൊക്കെ അത് ഓഫ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമാണ്. പൗസ് എന്നത് സ്റ്റോപ്പ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ്. ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ ആപ്പുകളും നിങ്ങൾ എപ്പോഴെങ്കിലും ഓപ്പൺ ചെയ്യുന്ന എല്ലാ ആപ്പുകളുടെയും ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്ക് ചെയ്യുന്ന ആക്ടിവിറ്റി നമുക്ക് ഓഫ് ചെയ്ത് കൊടുത്താൽ ചില ആപ്പുകളിലേക്ക് ഇൻ്റർനെറ്റ് വേണ്ടി വരും. നമുക്ക് ഇൻ്റർനെറ്റ് ലാഭിക്കാൻ സാധിക്കും. ചില ആപ്പുകൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ബാറ്ററി വേണം. മാത്രമല്ല ആപ്പുകൾക്ക് ബാറ്ററി വേണം. ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതിന് ആപ്പിൻ്റെ ബാറ്ററിയും നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇത് രണ്ടും നമുക്കിവിടെ ആക്ടിവിറ്റി ഓഫ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമാണ്. ഇതും നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ ഇതുപോലെ സെലക്ട് ചെയ്ത് അത് ഓഫ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ രണ്ട് സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.